ഇനി 50-നും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനായിട്ടുള്ള അടിപൊളി ഒരു സൂത്രമാണ്. ഇതൊന്ന് തലയിൽ തൊട്ടാൽ മാത്രം മതി, നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് ഇലകൾ മാത്രം മതി. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഇലകൾ നിങ്ങൾ കാണാതെ പോകരുത്. ഇത് മാത്രം മതി നമ്മുടെ മുടീനെ കട്ടക്കറുപ്പാക്കി എടുക്കാൻ. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമുക്ക് വേണ്ട 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി, 1 പിടി കറിവേപ്പില, പിന്നെ ഒരു 5-6 പനിക്കൂർക്കല, പിന്നെ ചെമ്പരത്തി പൂവ്, പിന്നെ 1 സ്പൂൺ ഉലുവ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് വേണ്ടി ഒരു മിക്സിയുടെ ജാറയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ തേയില വെള്ളം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് സാധാ പച്ചവെള്ളമാണെങ്കിൽ ശകലം ഒഴിക്കാവുള്ളൂ. ഇതിൽ തന്നെ ഒരു വെള്ളമയമുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്നുപോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇത് കണ്ടില്ല, ഇതേ രീതിയിൽ അരച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിലേക്ക് വേണം നമുക്ക് ഇത് ഒഴിക്കാനായിട്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കുവാണെങ്കിൽ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പ കൊണ്ട് എന്തെങ്കിലും തുണി വെച്ച് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഒന്ന് കുറുകി വരണം ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കി എടുത്ത് കണ്ടില്ലേ. ഈ ഒരു മിക്സ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല തണുത്തതിന് ശേഷം ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തണുത്തതിന് ശേഷം ഞാൻ എൻ്റെ മുടിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേ രീതി നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വേണേൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് ചുമപ്പ് കളറൊന്നും വരുത്തൊന്നുമില്ല. ഒരു ഇരുണ്ട ഷെയ്ഡാണ് വരുന്നത്. നാച്ചുറലായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണ് നമ്മുടെ മുടി ഒഴിയത്തില്ല, അലർജി ഉണ്ടാകത്തില്ല. അഥവാ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. കാര്യം നമ്മുടെ ചെമ്പരത്തിയൊക്കെ അല്ലേ, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളവരൊക്കെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം ഒന്ന് കഴുകി നോക്കും. നല്ല അടിപൊളിയായിട്ട് മിനുസുമായിട്ട് തിളക്കമായിട്ട് കിടക്കും. നമ്മുടെ ചെറിയ നരയൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഷെയ്ഡിലേക്ക് വരും. ഇതിരിക്കെ അടിപൊളിയായിട്ട് കറുത്ത് വരും നമ്മുടെ മുടി. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.